പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലവിലാണ്. ഇന്നൊരു നല്ല ഭംഗിയുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ബസ് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന സുൽത്താൻ ബത്തേരി അമ്പലവിൽ റൂട്ടിലുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് സമയത്തോളം ഞാൻ ഈ വീടിൻ്റെ പുറം കാഴ്ചകൾ നിങ്ങൾ ആ ഒരു ടൈം ആ വീടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ലോങ് ആയിട്ട് ചെയ്തതാണ്. ഒരു 5 മിനിറ്റ് സമയത്തോളം വീടിൻ്റെ ഔട്ടർ കാഴ്ചകൾ മാത്രമാണ് നമ്മൾ പകർത്തുന്നത്. അപ്പം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, നമ്മൾ ഒരു അര മിനിറ്റിലേക്ക് ആവുന്നുള്ളൂ വീഡിയോ തുടങ്ങിയിട്ട്. അപ്പം നല്ല തുറസായൊരു സ്ഥലത്ത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. 40 സെൻറ്റിൽ കൂടുതൽ സ്ഥലമുണ്ട്. അതായത് മെയിൻ ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് നേരിട്ട് നമ്മളിപ്പോൾ കണ്ടല്ലോ, ബസ് പാസ് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു. ബസ് റൂട്ടിലാണ്, ഒന്നാമത്തെ പോയിൻ്റ് ബസ് റൂട്ടാണ്. മെയിൻ ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് കയറാം. അടുത്ത പ്രത്യേകത, ഒരു നീറ്റ് ആൻഡ് ക്ലീനായി വളരെ സേഫായ ഒരു സ്ഥലത്താണ്. 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുണ്ട്. 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീടാണ്. നമ്മൾ പോർച്ചാണ് കാണുന്നത്. അതൊക്കെ സ്ക്വയർ ഫീറ്റിന് പുറമേ പെടുന്നതാണ്. പോർച്ച്, നല്ലൊരു ചുറ്റുമതിൽ ഒക്കെ ആയിട്ട് നല്ലൊരു നെയ്ബർഹുഡൊക്കെ ഉള്ളത്, നല്ലൊരു അയൽക്കാരൊക്കെ ഉള്ള ഒരു ഏരിയ. മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീനായ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ ആ പുറം കാഴ്ചകൾ മാത്രം നമ്മളുള്ളൂ. ഏകദേശം നമ്മളിപ്പോൾ ഒരു 1.5 മിനിറ്റ് ആയിട്ടുള്ള വീഡിയോ, ഏകദേശം 5 മിനിറ്റോളം നമുക്ക് ഇതിൻ്റെ പുറം കാഴ്ചകൾ മാത്രമായിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് ഉള്ളിലത്തെ മറ്റ് കാഴ്ചകളിലേക്ക് പോകാം. ഇത് അമ്പലവയൽ ബത്തേരി റൂട്ടിൽ വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്ന്, ടൂറിസം ഹബ്ബ് എന്ന് തന്നെ വേണമെങ്കിൽ, വയനാട്ടിലത്തെ ടൂറിസം ഹബ്ബ് എന്ന് തന്നെ വേണമെങ്കിൽ വയനാട് ജില്ലയിലെ അമ്പലവയലിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ധാരാളം ടൂറിസം കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ് വയനാട്ടിലെ അമ്പലവയൽ. പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ എടക്കൽ ഗുഹ, പിന്നെ കാരാപ്പുഴ അണക്കെട്ട്, ഹെറിറ്റേജ് മ്യൂസിയം, അമ്പലവയൽ ടൗണിൽ തന്നെയുള്ള ഹെറിറ്റേജ് മ്യൂസിയം, പൂപ്പൊലി, കേരള കാർഷിക സർവകലാശാലയുടെ പൂപ്പൊലി ഫ്ലവർ ഷോ ഒക്കെ നടത്തുന്ന, ഏകദേശം 12 ഏക്കറിലോളം സ്ഥലത്ത് പൂപ്പൊലി ഫ്ലവർ ഷോ നടത്തുന്ന കാർഷിക സർവകലാശാലയുടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ പൂപ്പൊലി, അങ്ങനെ ഏകദേശം ധാരാളം, പിന്നെ ചീങ്ങേരി അഡ്വഞ്ചർ ട്രക്കിങ്, ധാരാളം മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റ്, അങ്ങനെ തുടങ്ങി ധാരാളം സ്ഥലങ്ങൾ, ചീങ്ങേരി കഴിഞ്ഞ് നമ്മൾ നെല്ലാർച്ചാൽ വ്യൂ പോയിൻ്റ്, അങ്ങനെ തുടങ്ങി ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിലെ അമ്പലവയൽ ബത്തേരി റൂട്ടിലാണ് ഈ ഒരു വീടുള്ളത്. അപ്പോൾ അതിൻ്റെ ടൂറിസം സാധ്യതകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നമുക്കിതൊരു ഹോം സ്റ്റേ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൂറിസം സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂപ്പർ വീടാണ്. അപ്പോൾ നമ്മളിപ്പം പിന്നെ ഏകദേശം നമ്മൾ പറഞ്ഞ മെഷർമെൻറ്റ് നമ്മൾ പറഞ്ഞത് 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ളൊരു വീട്, 40 സെൻറ്റിൽ കൂടുതൽ സ്ഥലമുണ്ട്. നമുക്കിനിയിപ്പം ടൂറിസം പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമായ സ്ഥലമാണ്. ടൂറിസത്തിനൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഒരു 10-25 സെൻറ്റ് സ്ഥലം കഴിഞ്ഞാലും ബാക്കിലോട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. 40 സെൻറ്റിൽ കൂടുതൽ സ്ഥലമുണ്ട്. അപ്പോൾ എല്ലാ പേപ്പറുകളും, ഇതിൻ്റെ ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമായ സ്ഥലമാണ്. 40 സെൻറ്റിൽ കൂടുതൽ ഭൂമിയുണ്ട്. 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലാണ്. ഇതിൻ്റെ 6 ബെഡ്റൂമുകളുണ്ട്. 6 ബെഡ്റൂമുകളാണ്. ഏകദേശം 6 BHK എന്ന് തന്നെ പറയാം. 6 BHK വീട് എന്ന് തന്നെ പറയാം. 3 ബെഡ്റൂം താഴത്തെ നിലയിലും 3 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലും. നമ്മളിപ്പം ഇനി നല്ല ഭംഗിയുള്ളൊരു പൂന്തോട്ടമൊക്കെ ആയിട്ട് നമ്മളുണ്ടല്ലോ, സ്കൂൾ ബസ്സുകളൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന കാഴ്ചയൊക്കെ നമ്മളിപ്പോൾ കണ്ടു. അപ്പം ഒരു നല്ലൊരു പൂന്തോട്ടം, അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നല്ലൊരു ആംബിയൻസിലാണ് ഈ വീടുള്ളത്. നമുക്ക് ആ പൂവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. വീടിൻ്റെ ആ ഉള്ളിലത്തെ ഭംഗി കാണുന്നതിന് മുന്നേ നമ്മൾ പുറത്തെ, ഞാൻ പറഞ്ഞിരുന്ന വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്നു, നല്ലൊരു വർക്കും ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തൊരു വീടാണ്. വെറും 5 മിനിറ്റോളം പുറം കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, വീടിൻ്റെ ആ ഹെവി നിർമ്മാണ രീതി ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വീടാണ്. വീടിൻ്റെ നിർമ്മാണം ഇഷ്ടികയാണ്.
ഇഷ്ടിക കൊണ്ട് വീട് നിർമ്മിച്ചത് നല്ല സേഫ്റ്റിയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല പൂക്കളാണ്. പൂക്കളുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിപ്പം ഏകദേശം നമ്മൾ ഈ വീഡിയോ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റോളം സമയമായി. നമ്മൾ ആ വീടിൻ്റെ പുറം കാഴ്ചയും വീടിൻ്റെ ആ ഹെവി നിർമ്മാണ രീതിയും ഒക്കെ കാണിച്ചുകൊണ്ട് ആണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോർച്ചിൻ്റെ ഏരിയയാണ് അവിടെ കാണുന്നത്. ഷട്ടർ ഇട്ടിട്ട് വാഹനം സുഖമായിട്ട് സേഫ്റ്റി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മൾ കണ്ടല്ലോ. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമുണ്ട്. നമുക്കിനി മെല്ലെ നമ്മൾ പറഞ്ഞോളം ഏകദേശം വീടിൻ്റെ പുറം കാഴ്ചകൾ നമ്മൾ വിശദമായി കണ്ടു. 40 സെൻറ്റ് സ്ഥലം ബാക്കോട്ടാണുള്ളത്. ഇതൊരു ഇൻട്രോ വീഡിയോ ആണ്. ഇതിൻ്റെ ബാക്കി ഇത്രയും നല്ലൊരു വീടും ഇത്രയും സ്പേസി ഏരിയ ഒക്കെ ആയതുകൊണ്ട് ആണ് കുറച്ച് വിശാലമായിട്ട് വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ വീടിൻ്റെ നേരെ ലിവിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ലൊരു കാഴ്ച, നല്ലൊരു പ്ലസൻറ്റ് കാഴ്ചയാണ്. നല്ലൊരു കൊട്ടാരം പോലെ നല്ലൊരു ആംബിയൻസിൽ ഒരു റോയൽ ലുക്ക് നമുക്ക് ആ വീഡിയോയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു കർട്ടനൊക്കെ വെച്ച് നല്ല വിശാലമായൊരു ഏരിയ, വലിയൊരു ഏരിയ ആണ്. ലിവിങ് ഹാള് നല്ല ഇഷ്ടംപോലെ നല്ല ഏരിയ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർക്കൊക്കെ ഇരുന്ന് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക്. ഇത് ആ വീട്ടിലെ ഒരു ബെഡ്റൂം. താഴത്തെ നിലയിൽ 3 ബെഡ്റൂമുകളാണ് നമ്മൾ പറഞ്ഞത്. 1-ാം നിലയിലെ താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ആവശ്യത്തിനുള്ള സ്പേസൊക്കെ ആയിട്ട് കട്ടിലും അലമാരയും പിന്നെ മേശയൊക്കെ ഇട്ട് കഴിഞ്ഞാലും ആവശ്യത്തിനുള്ള സ്പേസുള്ള നല്ല നമ്മൾ വർക്കുകളൊക്കെ അതിൻ്റെ പിന്നെ നല്ല മരത്തിൻ്റെ നല്ല വാതിലുകളും ആ വർക്കുകളൊക്കെ ഒന്ന് നമ്മൾ കാണാൻ മാത്രമുണ്ട്. അടുത്ത ബെഡ്റൂമിലേക്കും പോകാം. 2-ാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഒക്കെ ബർത്തൊക്കെ കൊടുത്ത് ആവശ്യത്തിനുള്ള സ്പേസൊക്കെ ആയിട്ട് 2-ാമത്തെ ബെഡ്റൂമും ഉണ്ട്. താഴത്തെ നിലയിൽ 3 ബെഡ്റൂമുകളാണ് മൊത്തം ഉള്ളത്. നമ്മളിപ്പോൾ 2 ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കണ്ടു. അതൊക്കെ കണ്ട് നമ്മൾ കണ്ടല്ലേ, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. ഇതൊക്കെ അറ്റാച്ച്ഡ്, ഇവിടെയൊക്കെ അത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ചെറിയ അവിടെ ഒരു ലൈറ്റ് നമ്മളപ്പം ഇടാൻ മറന്നു പോയതുകൊണ്ടാണ് ചെറിയൊരു ഇരുട്ട് അവിടെ ഫീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ ഇതാണ്ടല്ലേ വാതിലും നല്ല ഇതൊക്കെ ഉണ്ടല്ലേ, നമ്മളെല്ലാം ഉപയോഗിച്ചുള്ള മെറ്റീരിയൽസ് ഒക്കെ ഹെവി ആയിട്ടുള്ള വുഡൻ ഫർണിച്ചറുകളും വാതിലുകളും ജനലുകളൊക്കെയാണ് വീട്ടിൽ ഉപയോഗിച്ചുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ ആ ഒരു വീടിൻ്റെ ബാക്കി ആ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ പോകാം. ഇത് ആ ഹാളിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹാളിൻ്റെ 2 ബെഡ്റൂമിൻ്റെ കാഴ്ച കണ്ടു. ഇവിടെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. മൊത്തം 3 ബെഡ്റൂം താഴെ തന്നെ ഉണ്ട്. 3 ബെഡ്റൂം താഴെയായി. 3 ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടു. ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ, കിച്ചണിൻ്റെ കാഴ്ച കാണാനുണ്ട്. ഇതിപ്പോൾ 3-ാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി മെല്ലെ ഈ 3-ാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് മെല്ലെ അടുത്ത കാഴ്ചയിലേക്ക് പോകാം. നമ്മളിപ്പം ഹാളൊന്നും കൂടെ ഒന്ന് ഹാള് കാണുകയാണ്. അതിൻ്റെ ആ സ്പേസ് ഒന്നും കൂടെ എടുത്ത് കാണിക്കുകയാണ്. നമുക്കിത് മുകളിലേക്കുള്ള സ്റ്റെയർ അവിടെ കാണുന്നുണ്ട്. ഇവിടെ ഇനി നമ്മൾ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഈ 3 ബെഡ്റൂം കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ എക്സ്ട്രാ ഒരു ബാത്റൂം നമ്മൾ കണ്ട് രണ്ട് മെത്തേഡിലുള്ള ബാത്റൂം ഫിറ്റിങ്സും അവിടെ ഉണ്ട്. ഇന്ത്യനും യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബാത്റൂം ഫിറ്റിങ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നും നേരെ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഇനി അടുത്ത കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളിനിപ്പോൾ കാണാൻ പോകുന്നത് അവിടെ ഒരു ചെറിയൊരു പൂജാ റൂം പോലെ ഒരു നിസ്കാര റൂം പൂജാ റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു റൂം സൗകര്യമുണ്ട്. ഇനി ഡൈനിങ് ഏരിയേൻ്റെ കാഴ്ചകൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരുന്ന രീതിയിൽ നല്ലൊരു പഴയ നമ്മളെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഫീൽ വരുന്ന രീതിയിൽ നല്ല സ്പേസും നല്ല വുഡൻ കസേരകളൊക്കെ ഉപയോഗിച്ച് നല്ല ഡൈനിങ് ഏരിയയൊക്കെ നല്ല സൗകര്യമുണ്ട്. ഡൈനിങ് ഏരിയയിലൊക്കെ നമ്മൾ കണ്ടല്ലോ, ഡൈനിങ് ഏരിയയൊക്കെ നല്ല വിശാലമായിട്ട് നല്ല പഴയ ഫർണിച്ചർ, പഴയ കാലത്തുള്ള ആ ഭംഗിയുള്ള മരത്തിൻ്റെ ആ ഒരു വാസ്തുശില്പ ടൈപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ഭംഗിയുള്ള ഒരു നിർമ്മാണ രീതിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിനി അടുത്തത് അടുക്കളയുടെ ഏരിയ ആണ്. അടുക്കള ഒരു ഇപ്പോഴത്തെ ഒരു ചെറിയ വീടിൻ്റെ വലുപ്പം അടുക്കളയ്ക്ക് തന്നെ ഉണ്ട്. നല്ല വലിയ സ്ക്വയർ ഫീറ്റിൽ ഇഷ്ടം പോലെ സ്പേഷ്യസ് ആയിട്ട് ഇഷ്ടംപോലെ വലിയ ഒരു അടുക്കളയാണ്. അടുക്കള ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. ഇഷ്ടംപോലെ സ്പേസ് അടുക്കളയ്ക്ക്. ഇനി ഇത് കഴിഞ്ഞ് അടുക്കളയ്ക്ക് അപ്പുറത്തൊരു സെക്കൻഡ് അടുക്കളയുണ്ട്. അതായത് ഇവിടെ അടുക്കളയിൽ എക്സ്ട്രാ ഒരു പിന്നെ ഡൈനിങ് ടേബിളും കാര്യങ്ങളുണ്ട്. ജനാലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതായത് എല്ലാ ഭാഗത്തും നല്ല നമ്മൾ പറയുന്ന പോലെ നല്ലൊരു ഹോട്ടൽ ഫീലൊക്കെ വരുന്ന പോലെ, ഒരു റിസോർട്ട് ഫീലൊക്കെ വരുന്ന പോലെ ഇഷ്ടംപോലെ ജനലും ഇതൊക്കെ ആയിട്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു നമുക്ക് വിറകടുപ്പുണ്ട്. ഈ അടുക്കളയോട് ചേർന്ന് ഒരു സെക്കൻഡ് കിച്ചണായിട്ട് വിറകടുപ്പ് അത് സെപ്പറേറ്റ് ഉണ്ട്. പുറത്ത് വർക്ക് ഏരിയ മോഡൽ, പുറത്ത് റൂഫിംഗ് ഒക്കെ ചെയ്തിട്ട് ഇഷ്ടംപോലെ സ്പേസ് പുറത്തുണ്ട്. ഈ കാണുന്നതാണ് ബാക്കിയുള്ള
40 സെൻറ്റിൻ്റെ ബാക്കിയുള്ള അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ. ഇവിടെ വീടിനോട് ചേർന്ന് തന്നെ നമ്മളിപ്പോൾ പോർച്ചിൻ്റെ ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇതാ കിണറൊക്കെ നമുക്കിവിടെ കാണാം. വെള്ളം ഇഷ്ടംപോലെ ലഭിക്കുന്ന കിണറുണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് അടുക്കളയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ വലതുവശത്തായിട്ടൊരു പിന്നെ നമുക്കൊരു ചെറിയ ഗോഡൗൺ, അതായത് സ്റ്റോർ സൗകര്യങ്ങളുണ്ട്. ഇത് അടുക്കളയിൽ നിന്ന് മറ്റൊരു ഔട്ട് പുറത്തേക്ക് വേറൊരു ഭാഗത്തേക്ക് നമ്മൾ റൂഫൊക്കെ ചെയ്തിട്ട് ഇഷ്ടംപോലെ തുണിയൊക്കെ നമുക്ക് ആറിയിടാനൊക്കെയുള്ള സൗകര്യം ഒക്കെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ താഴത്തെ നേരത്തെ കണ്ട ഫസ്റ്റ് ഡൈനിങ് റൂമാണ് കാണുന്നത്. ഒരു അടുക്കളയുടെ ഉള്ളിൽ തന്നെ ഒരു സെക്കൻഡ് ഡൈനിങ് സെക്ഷൻ ഉണ്ട് വിത്ത് ഡൈനിങ് ആയിട്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലെ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അവിടേക്കൊന്ന് പോകാം. മുകളിലത്തെ നിലയിലത്തെ കാഴ്ചകൾ ഇപ്പോൾ താഴത്തെ ആ ഒരു ഹാളൊന്നും കൂടെ കണ്ടുകൊണ്ട് നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് ഒന്ന് പോവുകയാണ്. അത് നമ്മൾ ഈസി ആയിട്ട് പോകണം. ആ വീഡിയോ തന്നെ നമ്മൾ കാണുന്നില്ല. ഇവിടെ നല്ല ലാൻഡിങ്ങിനൊക്കെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ്. സാധാരണ ലാൻഡിങ്ങിൽ ഇത്ര സ്പേസ് ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് കയറി ഒന്ന് ലാൻഡിങ്, മുകളിലൊക്കെ നല്ല ലൈറ്റൊക്കെ കൊടുത്ത് നമ്മൾ നേരെ അവിടുത്തെ ചെറിയൊരു ബുദ്ധൻ്റെ ഒരു പ്രതിമയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നല്ല തുളിപ്പ് ഫ്ലവേഴ്സൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് മെല്ലെ അങ്ങോട്ട് നീങ്ങാം. നമ്മൾ ആ ലാൻഡിങ്ങിൽ കയറിയാൽ നല്ലൊരു അവിടെ ഒരു ഫ്രീ കിട്ടുന്ന രീതിയിൽ ഒന്ന് കയറി നമ്മൾ അതിൻ്റെ ആയാസം ഒന്നും അറിയാതെ രീതിയിൽ മുകളിലേക്ക് നമ്മൾ 2ാം നിലയിലെത്തി. 2ാം നിലയിലും നല്ല വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. 2ാം നിലത്തെ ബെഡ്റൂമൊക്കെ ഹെവിയാണ്. അതായത് ഇഷ്ടം പോലെ സ്പേസ്, നല്ല ഹൈറ്റ്, നല്ലൊരു കൊട്ടാരത്തിൻ്റെയൊക്കെ ഒരു വർക്കുകളൊക്കെ ചെയ്ത പോലെ നല്ല വിൻഡോസ്, നല്ലൊരു വർക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബെഡ്റൂമാണ്, പക്ഷേ ഭയങ്കര വലുപ്പമാണ്. ഇഷ്ടംപോലെ സ്പേസാണ് ബെഡ്റൂമിൽ. ഇഷ്ടം പോലെ പുറത്തേക്ക് നമ്മൾ കണ്ടില്ലേ, വെൻറ്റിലേഷനൊക്കെ നല്ല ലൈറ്റിംഗ് ഒക്കെ ഇഷ്ടം പോലെ. ബാത്റൂമൊക്കെ വമ്പൻ ബാത്റൂമാണ്. നമുക്ക് ബാത്ത് ടബോ എന്തും ഫിറ്റ് ചെയ്യാനുള്ള ഭയങ്കര സ്പേസിലാണ്. ബാത്റൂമൊക്കെ ഇഷ്ടംപോലെ സ്പേസിൽ നല്ല ഇഷ്ടം പോലെ സ്പേസ് ബാത്റൂമിലുണ്ട്. അപ്പോൾ ആ ബാത്റൂമിൻ്റെ ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ കണ്ടില്ലേ, നല്ല സ്പേസ്, ഇഷ്ടം പോലെ സ്പേസ്. ഒരു ബാത്ത് ടബ് ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് മുകളിലത്തെ നിലയിലെ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി ഹാള്, മുകളിലത്തെ നിലയിലുള്ള ഹാള് ഒന്നും പറയാനില്ല. ഹാളൊക്കെ നല്ല സ്പേഷ്യസ്, നല്ല സ്റ്റാൻഡേർഡ്, നല്ല ഹൈറ്റ്. നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ തന്നെ അവിടെ വെക്കാം. നമുക്ക് ഇനി അവിടെ നിന്നുള്ള 2 ബാൽക്കണി ഉണ്ട് മുകളിൽ. ഫസ്റ്റ് ബാൽക്കണിയാണ് കാണുന്നത്. ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കർട്ടൻ വർക്കുകളൊക്കെ ചെയ്തിട്ട് സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വുഡൻ സീറ്റിംഗ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ചാരുപടിയൊക്കെ വുഡ് തന്നെയാണ്, വുഡിൻ്റെ ചാരുപടിയാണ്. അതിൻ്റെ വർക്കുകൾ, അതിലേക്കുള്ള പുറത്തേക്കുള്ള വാതിൽക്കട്ടിലേൻ്റെയൊക്കെ വർക്ക് സൂപ്പറാണ്. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് മരത്തിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള നല്ല വർക്കുകളാണ് അതൊക്കെ കാണുന്നത്. ഹാളൊക്കെ നല്ല ആർച്ചുകളൊക്കെ കൊടുത്തിട്ട് ഇഷ്ടംപോലെ സ്പേസ്. നമ്മൾ ഈ സ്പേസ് കാണുന്നുണ്ടല്ലോ അവിടെ. അപ്പം മുകളിലത്തെ നിലയിൽ നമ്മൾ ആകെ ഒരു വലിയൊരു ബെഡ്റൂമേ കണ്ടുള്ളൂ. ഇനിയും 2 ബെഡ്റൂമുകളും കൂടെ മുകളിലത്തെ നിലയിലുണ്ട്. അതിലൊരു ബെഡ്റൂം അതിൻ്റെ കാഴ്ചകളാണ്. അത് നല്ല വലുപ്പത്തിലാണ്. അപ്പം മുകളിലത്തെ നിലയിൽ ഇതേപോലെ ബാത്റൂമും നമ്മൾ നോക്കുക. ബാത്റൂമൊക്കെ ഇഷ്ടം പോലെ സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ബാത്റൂമുകൾ, വലിയൊരു ബംഗ്ലാവിൻ്റെ ലുക്ക് തന്നെ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 3 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലുണ്ട്. അപ്പോൾ മുകളിലത്തെ നിലയിൽ 2 ബാൽക്കണി ഉണ്ട് കേട്ടോ. പുറത്തേക്ക് 2 ബാൽക്കണി ഉണ്ട്. ഇനി നമ്മൾ ആ ഹാളൊക്കെ കണ്ടുകൊണ്ട് മുകളിലത്തെ നിലയിലത്തെ 3ാമത്തെ ബെഡ്റൂം നമുക്ക് കാണാം. നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, ഇത് മൊത്തം നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്, 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുണ്ട്. 6 ബെഡ്റൂമുണ്ട്. ബസ് റൂട്ടിലാണ്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഫുൾ നമ്മൾ കണ്ടില്ല ഇത് സെക്കൻഡ് ബാൽക്കണിയാണ് മുകളിലത്തെ നിലയിൽ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടൊരു ചെറിയൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ വീടിനെ പറ്റി താല്പര്യമുണ്ടെങ്കിൽ, വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ എൻ്റെ ഫോൺ നമ്പറായ 94 95 36 57 30 വാട്സപ്പ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട്, ദേവരാജ് അമ്പലവേൽ എന്നീ യൂട്യൂബ് ചാനലിൽ ആദ്യമായി കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു സൂപ്പർ മാർവലസ് വീടാണ്. ഓക്കെ, വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇതിൻ്റെ റേറ്റ്, കാര്യങ്ങൾ, ഡീറ്റെയിൽസൊക്കെ ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സൈനിങ് ഔട്ട്, ദേവരാജ്.